ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവര് പറഞ്ഞതും വിശ്വസിച്ചോണ്ടിരുന്ന നിന്റെ ഭർത്താവിന്റെ കഥ ഇതോടെ തീരും. എന്താ പറഞ്ഞേ? മനസ്സിലായില്ലേ? കാര്യങ്ങൾ ഇപ്പൊ നീ വിചാരിക്കുന്നതിനേക്കാളും വഷളായിക്കൊണ്ടിരിക്കുക. സച്ചി ഒരിക്കലും അനൂപിനെ രക്ഷിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കാൻ പോകുന്നില്ല. അങ്ങനെയല്ലല്ലോ അവര് പറഞ്ഞിട്ട് പോയത്. അവര് പറഞ്ഞത് നീ കേട്ടതൊക്കെ ശരിയായിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ വേറൊരു സംഭവം ഉണ്ടായി. അതോടെ സച്ചിയുടെ മനസ്സ് മാറി. എന്തോ സച്ചി അർച്ചനയൊന്നും അങ്ങനെ ചെയ്യില്ല. സ്വന്തം ഭാര്യയെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ രക്ഷിക്കണോ അതോ നിന്റെ ഭർത്താവിനെ രക്ഷിക്കണോന്ന് സച്ചി സംശയിച്ചു പോയാ പിന്നെ എന്ത് ചെയ്യും? ആദ്യം അവൻ ആരെ രക്ഷിക്കും? അനൂപിനെ രക്ഷിക്കോ അതോ അർച്ചനെ രക്ഷിക്കോ? നീ എന്തൊക്കെയാ അവന്തികയായി പറയുന്നേ? നിന്റെ ഭർത്താവിനെ കൊല്ലാൻ കൊണ്ടേന്ന് കൊടുക്കാന്ന് സച്ചി ആ ചെങ്കൽ മധുവിന് വാക്കുകൊടുത്തു. അല്ല, നിനക്ക് മനസ്സിലായില്ലെങ്കിൽ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. വൃന്ദാവനത്തിൽ നിന്ന് വരുന്ന വഴിക്ക് അർച്ചനയും സച്ചിയും ആ ഗുണ്ടെ കണ്ടിരുന്നു, ചെങ്കൽ മധുവിനെ. അനൂപിനെ എനിക്ക് വേണം. പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രശ്നത്തിന് ഞാൻ വരില്ല. ഞാൻ കൊണ്ടുവരാം അനുപേട്ടനെ, ഞാൻ കൊണ്ടുവരാം. ഇപ്പോ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നീ തന്നെ പറ. സച്ചി ചതിക്കും. അനൂപിനെ കൊലയ്ക്ക് കൊടുത്തിട്ടായാലും അവൻ അർച്ചനയുടെ ജീവൻ രക്ഷിക്കും. അതെനിക്ക് ഉറപ്പാ. ഏയ്, സച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല. ആ ഗുണ്ടയ്ക്ക് അങ്ങനെ വാക്ക് കൊടുത്തിട്ടാ സച്ചി അർച്ചനെ രക്ഷിച്ചത്. ഇതിനെല്ലാം കാരണം അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിന്റെ ജാതകദോഷം തന്നെയാണ്. നിന്റെ ഭർത്താവിനെ രക്ഷിക്കണമെങ്കിൽ നീ വേറെ വല്ല വഴി നോക്കിക്കോ. അല്ലാതെ സച്ചി അർച്ചനയും പറഞ്ഞത് കേട്ടിരുന്ന നിനക്ക് അവന്റെ ശവം മാത്രമേ കിട്ടൂ. അത്രയ്ക്ക് ക്രിമിനലുകളായ ഗുണ്ടകൾക്കാ അനൂപിനെ കൊണ്ട് കൊടുക്കാന്ന് സച്ചി വാക്കുകൊടുത്തിരിക്കുന്നെ. അനൂപിനെ രക്ഷിക്കാൻ എന്തേലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. കരഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലൊരു ഗുണ്ട മുന്നിൽ വന്ന് നിന്ന് ഗർഭിണിയായ ഭാര്യയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ പാവ സച്ചി എന്ത് ചെയ്യും? സ്വന്തം സഹോദരന് വേണ്ടിയാണെങ്കിലും ആറ്റുനോറ്റ് വഴിപാട് നേർച്ചയും നടത്തി കിട്ടിയ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അർച്ചനയ്ക്ക് പറ്റുമോ? ആ, എന്തായാലും പാവ അനൂപിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സച്ചി അർച്ചനയും കാരണം വിധവയാവാൻ പോകുന്നത് നീയാ. ഭർത്താവിനെ ജീവനോടെ വേണമെങ്കിൽ, നിന്റെ കുഞ്ഞിന് അച്ഛൻ വേണമെങ്കിൽ ഏതെങ്കിലും നല്ല വക്കീലിനെ വെച്ച് അനൂപിനെ ജാമ്യത്തിലെടുക്കാൻ നോക്ക്. മതി, ഇത്രയും മതി. എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു ചെറിയ സഹായത്തിന് ഞാൻ തിരികൊളുത്തി. ബാക്കി മീര നോക്കിക്കോളും.